ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് കേട്ടോ. റീനുമ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറ. അപ്പോൾ നേരത്തെ കാലത്ത് എണിച്ചിട്ടുണ്ട്. ഹാപ്പി വെനസ്ഡേ. ശരി, അപ്പോൾ ഞങ്ങളിതാ എണീറ്റ് വരുന്ന വരവാണ് മക്കളെ. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഒന്നും ഇല്ല കേട്ടോ അല്ലേ റിനുമ? അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെ പോകണമെന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. രാവിലെ എനിക്ക് അപ്പോൾ എൻ്റെ പൂച്ച റൂബി ഉണ്ട് ഇവിടെ. അവൻ എന്താ കാട്ടുന്നത് നോക്കട്ടെ കേട്ടോ. റൂബി ഇന്നിത്തിരി നേരെ കടന്നുറങ്ങാന്ന് വെച്ചാൽ എൻ്റെ റീന് നേരത്തെ കാലത്ത് എണിച്ചില്ലെങ്കിൽ എണീക്കുകയില്ല കേട്ടോ. വിളിച്ചെണിക്കാത്ത ഒരാളാണ്. ഇന്നെൻ്റെ നേരത്തെ എണിച്ചത്. റൂബി എന്തൊക്കെ പാട് കാട്ടി വെച്ചൊന്നും അറിയത്തില്ല. തുറക്ക് ഇത് നോക്കട്ടെ. റൂബി എവിടെ പോടാ. ഞാൻ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ട് വേണം അടുക്കളയ്ക്ക് കയറാം കേട്ടോ. പറഞ്ഞേ നോക്കട്ടെ, റൂബിനെ നോക്കട്ടെ. ഞങ്ങളുടെ റൂബി പ്രഗ്നൻ്റ് ആണ് കേട്ടോ മക്കളെ. ഏതാണ്ടോ ഞങ്ങളുടെ റൂബി പ്രഗ്നൻ്റ് ആണ്. ഇനിയിപ്പോൾ ഇത് എനിക്കൊരു പണിയായിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഡപ്പിയോ അല്ല, ഇന്ന് മഴയില്ല കേട്ടോ. എന്ത് രസം. ഹാപ്പി വെനസ്ഡേ ഇല്ല, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മാമുവാണാ ഭയങ്കര വിശപ്പാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ റൂബിക്ക് ഇപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഭയങ്കര വിശപ്പാണ്. അല്ലെങ്കിൽ വിശപ്പാണ്, ഇപ്പോൾ ഒരുപാട് വിശപ്പാണ് കേട്ടോ ഞങ്ങളുടെ റൂബിക്ക്. ഇതിൻ്റെ പച്ചക്കണ്ണ് കണ്ണ്, ഇതെന്താ പച്ചക്കണ്ണ്, എൻ്റെ റൂബിയുടെ പച്ചക്കണ്ണ്. വിശക്കുന്നുണ്ടോ? എന്നാൽ ഓക്കെ, നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് കാണാം. അങ്ങനെ പല്ല് തേക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിച്ച ശേഷം മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ലീവല്ലേ, കുട്ടികൾക്ക് ലീവ്, എനിക്കും ലീവ്. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും ഫുഡൊക്കെ അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാവിലേക്ക് നാഷ്ടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ബൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയില മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഓഗസ്റ്റ് 15 അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലീവുള്ള സമയത്തല്ലേ നമ്മൾ അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വർക്കുള്ള സമയത്ത് നമ്മൾ വേഗം ഉണ്ടാക്കി വേഗം പോവുകയല്ലേ. അപ്പോൾ ഇന്ന് പിന്നെ എന്തായാലും അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബൂരിയും നാഷ്ട പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ നാഷ്ട കഴിച്ചിട്ട് പിന്നെയാണ് ഉച്ചയ്ക്കുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ ലീവുള്ള സമയത്ത് എല്ലാവരും വീട്ടിലുള്ള സമയത്ത് ഇത് തന്നെ കേട്ടോ. എനിക്ക് രാവിലെ തൊട്ട് പണി തുടങ്ങിയാൽ മക്കളെ വൈകുന്നേരം വരെ പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നാഷ്ട പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് മീനൊക്കെ നേരാക്കിയ ശേഷം അതിന് മസാലയൊക്കെ പുരട്ടി മീൻ കറിക്ക് വെക്കാൻ വേണ്ടി റെഡിയാക്കാൻ കേട്ടോ. അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുപ്പിലാണ്ട് എല്ലാ സാധനങ്ങളും വെക്കാറ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചുടുവെള്ളം കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളങ്ങൾ തിളപ്പിച്ച് വെക്കും കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പോൾ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് ഞാൻ പായസം ഉണ്ടാക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പായസം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഓരോന്നായൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ റൂബിയില്ലേ മീനിൻ്റെ മണം കേട്ടിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോകണില്ല, അവിടെ തന്നെ എന്നെയും ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ മീൻ കൊടുക്കാറില്ല, ഛർദ്ദിക്കിച്ചിട്ട് കാറ്റ് ഫുഡ് മാത്രമേ കേട്ടോ അതിന് കൊടുക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ പെരുകി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ ലാസ്റ്റ് എൻ്റെ ചോറും കറികളൊക്കെ ആയി മക്കളെ. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ല, അപ്പോൾ ഞാൻ അതിനനുസരിച്ചൊരു ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ, ക്യാരറ്റും ബീൻസും ക്യാബേജും കൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പായസം ഉണ്ടാക്കി, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, നന്നായിട്ടാണ്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നമ്മൾ പായസം വെച്ചൊക്കെ അടിപൊളി നന്നായിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ, അതുതന്നെ അവർ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ റീനിന് ചോറ് കഴിച്ചില്ല കേട്ടോ, പായസം മാത്രം മതി കേട്ടോ. അവൻ പായസം ഇരുന്ന് കുടിക്കേണ്ട. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാനും ഫുഡ് കഴിച്ച് അപ്പോൾ എൻ്റെ റൂബിക്ക് ഞാൻ ഇങ്ങനെ വന്നു കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയപ്പോൾ ഞാൻ മീനിൻ്റെ ചെറിയ കഷ്ണം ഉണ്ടല്ലോ അത് കൊടുത്തു നോക്കിയിട്ടോ. അപ്പോൾ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പീസൊക്കെ ഞാൻ കൊടുത്തു റൂബിക്ക്. അപ്പം ഞാൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, മാങ്ങ കൊണ്ട് ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയില്ലേ നമ്മൾ, അതുപോലെ
നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ. ഞാൻ ഇരുന്നിരിപ്പിൽ അതിങ്ങനെ കുറേ തിന്നിട്ടോ. എന്നിട്ട് പിന്നെ റൂബിനെ കുറച്ച് കട്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മക്കളെ പണി കണ്ടോ. രാവിലെ തൊട്ട് തുടങ്ങിയാണ്. എനിക്ക് ഒരു ദിവസം ലീവ് കിട്ടി റെസ്റ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. ഇവിടെ പണി തന്നെയാണ്. മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്തായാലും, നമുക്ക് റെസ്റ്റ് ചെയ്യുന്നാൽ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വൃത്തിയാക്കി തുടക്കൽ, അടിക്കൽ, തിരുമ്പൽ എല്ലാം ഇന്ന് തന്നെയൊക്കെ ചെയ്യണം. നാളെ വർക്കിന് പോകേണ്ടതല്ലേ. അപ്പോൾ എല്ലാ ക്ലീനിങ് കഴിയുമ്പോഴത്തേന് സമയം 4:30 മണി. ഇനി ചായേൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ